നമസ്കാരം ഡോക്ടർ സ്റ്റുഡിയോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ FCPയുടെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പാർട്ട് 2ലേക്ക് പോകാം അല്ലേ. പാർട്ട് 2ൽ നമ്മൾ പറയുന്ന അത്യാവശ്യം കുറച്ച് എഡിറ്റിങ്ങും എല്ലാ ഓഡിയോയുടെയും കളർ ഗ്രേഡിങ്ങിൻ്റെ ഒക്കെ ഏരിയ ടച്ച് ചെയ്തുകൊണ്ട് അത്യാവശ്യം ഒരു ഔട്ട് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ആണ് ഈ ഒരു ഭാഗം ഷൂട്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡാർക്ക്വുഡ് VFX സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് പാർട്ട് 2ലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ ഞാൻ തന്നെ FCPൻ്റെ അകത്തേക്ക് ഞാൻ ഏതെങ്കിലും ഫൂട്ടേജിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇവിടേക്ക് ആഡ് ചെയ്യുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ പ്രോക്സി ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ഈ ഒരു ടൈം ലൈനിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ അല്ലേ. ഇപ്പോൾ ഈ ഒരു ഫൂട്ടേജിൻ്റെ അകത്ത് എനിക്ക് ഈ ഫസ്റ്റിൽ കുറച്ച് ഭാഗങ്ങൾ വേണ്ടാന്ന് കരുതുക. അത് കുറച്ചും കൂടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫൂട്ടേജ് ആണെന്ന് കരുതുക. അപ്പോൾ ഇതിനകത്ത് ഞാൻ തുടക്കം തന്നെ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ, ഇത്രയും ഭാഗങ്ങൾ എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമ്മൾ B അടിച്ച് ബ്ലേഡ് ടൂൾ എടുത്ത് ഒരു കട്ട് ഇട്ട ശേഷം വീണ്ടും സെലക്ട് ചെയ്ത് ഈ ഒരു പാർട്ടിനെ സെലക്ട് ചെയ്തിട്ട് ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയും അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. നമ്മൾ പറയുമ്പോൾ ഒരു ചടങ്ങ് എന്ന് പറയില്ലേ, അതുപോലെ ഇതൊരു ചടങ്ങാണ്. 3-4 ഓപ്ഷൻസ് ആയിട്ട്. അപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. ആദ്യം തന്നെ നമ്മൾ കീബോർഡിൽ ചെറിയ ഷോർട്ട് കട്ട് ചേഞ്ചുകൾ ചെയ്യാൻ പോവുകയാണ്. അതിന് നമുക്ക് കമാൻഡ് ഓപ്ഷൻ K എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കിട്ടും. ഇനി ഇങ്ങനെ അല്ല, നിങ്ങൾക്ക് അവിടെ കാണുന്നില്ല, ഷോർട്ട് കട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫൈനൽ കട്ട് പ്രോ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കമാൻഡ് സെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ കമാൻഡ് സെറ്റ്സിൻ്റെ അകത്ത് കസ്റ്റമൈസ് എന്ന് കാണാൻ പറ്റും. കസ്റ്റമൈസ്. ഓക്കെ, ആ കസ്റ്റമൈസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെനു തന്നെയാണ് വരിക. ആ ഷോർട്ട് കട്ട് ചേഞ്ച് ചെയ്യാനുള്ള മെനു തന്നെയാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ എഡിറ്റിംഗ് എന്നുള്ള ഈ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ അല്ലേ. ഇവിടെ നമുക്ക് ട്രിം എന്നൊന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ട്രിം, TRIM എന്ന് ട്രിം എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ട്രിം എൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ട്രിം എൻഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം കീബോർഡിൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് അസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ചിലപ്പോൾ വരും. അസൈൻ കൊടുക്കുക. ഇനി ട്രിം സ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്യൂ ബട്ടണ് പ്രസ് ചെയ്യുക. ഈ രണ്ടെണ്ണം അലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഈ രണ്ട് സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ചെറിയൊരു മാറ്റം കൂടി വരുത്താണ്ട് ഇവിടെ ഡിലീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ സെർച്ച് ചെയ്യാം. അപ്പോൾ ഈ എഡിറ്റിങ്ങിൽ ഡിലീറ്റ് എന്നുള്ള ഇവിടെ നമുക്ക് ബാക്ക് സ്പേസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് പകരം നമ്മൾ എന്താ D എന്നുള്ള ബട്ടണ് സെലക്ട് ചെയ്യാം. ഓക്കെ അല്ലേ. അതിനുശേഷം ഡിലീറ്റ് സെലക്റ്റഡ് ഓൺലി എന്നുള്ള ഇവിടെ S ബട്ടൺ അല്ലേ, ഡീൻ്റെ തൊട്ട് ബാക്കിലായിട്ട് S ബട്ടണ് സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ബ്ലേഡ് എന്നൊന്ന് സെർച്ച് ചെയ്യുക. ബ്ലേഡിന് ഇപ്പോൾ ഷോർട്ട് കട്ട് B ആയിരിക്കും ഉണ്ടാവുക. നമുക്കൊന്ന് മാറ്റിയിട്ട് W എന്നുള്ള ഷോർട്ട് കട്ട് ആക്കാൻ പറ്റും കേട്ടോ. W എന്നുള്ള ഷോർട്ട് കട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഇനി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയ ഷോർട്ട് കട്ടിൽ പറയും കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരേ മോഡലിൽ എഡിറ്റ് ചെയ്ത് പോകാം. അല്ലാതെ പക്ഷേ ഞാൻ പറയുന്ന ഷോർട്ട് കട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുകയാണേ. ഇത്രയും ചെയ്തിട്ട് സേവ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇപ്പം നോക്കിക്കോ, ഞാൻ നേരത്തെ ചെയ്ത പ്രോസസ്സ് എങ്ങനെയാണ്. നമ്മൾ ഇവിടെ കട്ട് ഇട്ടു അല്ലേ. ആദ്യം എങ്ങനെയാണ്, ബ്ലേഡ് എടുത്തു, B എടുത്തു, ഇവിടെ മുറിച്ചു. ഓക്കെ, അതിന് പകരം നമുക്കിപ്പോൾ ഇവിടെ കട്ട് ഇടണമെങ്കിൽ W എന്നുള്ള ഒരു കീ ഇല്ല, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കട്ട് വന്നു. ഓക്കെ, നോക്കിക്കോട്ടോ, കട്ട് വന്നു. ഇനി ഇവിടെയാണ് കട്ട് ഇടണമെങ്കിൽ ഇവിടെ വെക്കുക, W പ്രസ് ചെയ്യുക. കണ്ടോ, വേറെ ഷോർട്ട് കട്ട് ഒന്നും വേണ്ട, അവിടെ കട്ട് വീണു. എളുപ്പത്തിൽ വീണു. കണ്ടോ, ഇതൊരു നല്ല എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണ്. അതേപോലെ തന്നെ ഇനി ഇവിടുന്ന് കട്ട് ചെയ്ത് ഡിലീറ്റ് അടിക്കേണ്ട. അതിന് പകരം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് അറിയോ, ഇപ്പോൾ ക്യൂ ബട്ടൺ നമ്മൾ നേരെ അസൈൻ ചെയ്ത് വെച്ചാൽ പ്രസ് ചെയ്ത് നോക്കിയോ, ഓട്ടോമാറ്റിക്കലി അവിടുന്ന് ബാക്കോട്ടേക്ക് കട്ടായി പോയി. ഇനി ഇവിടുന്ന് കുറച്ച് ഫ്രണ്ടിലോട്ടും വേണ്ടാത്ത കുറച്ച് ഭാഗങ്ങൾ കിടക്കുന്നുണ്ട്. കണ്ടോ, ഈ വേണ്ടാത്ത ഭാഗം ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് അറിയോ, ഇവിടം വരെ ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ വേവായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓഡിയോയിൽ അല്ലേ, വേവായിട്ട് കാണാനില്ലേ. വേണമെങ്കിൽ കുറച്ചുകൂടെ സൂം ചെയ്ത് വെച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്രീ ആണ്, വേവ് ഇല്ല. ഇവിടുന്ന് ഇങ്ങോട്ട് നോയ്സ് മാത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ആ നോയ്സ് വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് അങ്ങോട്ട് ഫ്രീ ആണെന്ന് ഞാൻ മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു ടിപ്പാണ് പെട്ടെന്ന് ഓർത്ത് വെക്കാനുള്ള. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒഴിവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കീബോർഡിൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. കണ്ടോ, സിമ്പിൾ അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്ത് പോകാൻ വളരെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വെക്കുക, ക്യൂ വെക്കുക, കട്ട് ചെയ്യുക, ഇവിടെ വെക്കുക, വെക്കുക, കട്ട് ചെയ്യുക. ഓക്കെ, സിമ്പിളായിട്ട് അത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്തു. അപ്പോൾ നേരത്തെ ആണെങ്കിൽ കട്ട് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് SD എന്ന് പറഞ്ഞ 2 ബട്ടണുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിന് 2 ബട്ടൺ എന്ന് അറിയോ, ഞാനൊന്ന് ഇതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഇപ്പോൾ ഈ ഒരു ഫയൽ ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ 2 ഫയലുകളും നേരത്തെ നമ്മൾ പറഞ്ഞു അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ 2 ഫയൽ കൂടെ ഒരുമിച്ച് അങ്ങ് ഡിലീറ്റ് ആയി പോകും. പകരം ഞാൻ ഈ D എന്നുള്ള ബട്ടൺ പകരം നമ്മൾ S അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. S ഡിലീറ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക വെച്ചാൽ അതിന് പകരം എന്താവും, ഈ ഒരു സെലക്റ്റഡ് ആയ ക്ലിപ്പ് മാത്രമേ ഡിലീറ്റ് ആവുള്ളൂ. അതിൻ്റെ മുകളിലുള്ള ക്ലിപ്പോ താഴെയുള്ള ക്ലിപ്പോ ഒന്നും ഡിലീറ്റ് ആവില്ല. അതായത് അറ്റാച്ച് ചെയ്ത് വെച്ച ക്ലിപ്പുകളൊന്നും ഡിലീറ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ 2 കീകൾ അവിടെ ആഡ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ.
അതും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എഡിറ്റിങ്ങിൻ്റെ ഒരു സ്പീഡ് ഇവിടെ കിട്ടാൻ പോവാണ് കേട്ടോ. അതായത് ലെഫ്റ്റ് ഹാൻഡിൽ QWEASD എന്ന് പറയുന്ന ഇത്രയും സ്വിച്ചുകൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം സെലക്ട് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് എന്താ ഈ റൈറ്റ് സൈഡിലെ മൗസിൻ്റെ കീ എടുത്തിട്ട് പിന്നെ ബാക്ക് സ്പേസ് അടിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിങ്ങനെ കുറേ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഔട്ട് എടുത്താൽ കാണുന്ന ആൾക്കാർക്ക് ഒരു വിരസത ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മുടെ ചെവി അവ ഫ്രീ ആണ്. ചെവി ഭയങ്കരമായിട്ട് വേറെ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കാൻ പോകും. കണ്ണ് പോലെയല്ല, കണ്ണ് നോക്കുന്ന ഭാഗത്തേക്ക് ശ്രദ്ധിക്കൂ. ചെവി ഈ 360 ഡിഗ്രിയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ആളാണ്. നമ്മളെ കോൺസെൻട്രേഷൻ പെട്ടെന്ന് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയൊരു മ്യൂസിക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മ്യൂസിക് ആഡ് ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു ഇമ്പം കിട്ടും അല്ലേ? മ്യൂസിക് ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്തൊരു മ്യൂസിക്കാണ്. കേൾക്കാൻ വലിയ രസമൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കോപ്പിറൈറ്റ് വരാതിരിക്കാനാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. നമ്മൾ ലോജിക് പ്രോയിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഒരു മ്യൂസിക്കിന് ഞാൻ ഇതിൻ്റെ താഴേക്ക് ആഡ് ചെയ്തു. ഓക്കെ അല്ലേ? ഇപ്പം നോക്കിക്കോ, ഞാൻ ഈ മ്യൂസിക് ഒന്ന് പ്ലേ ചെയ്യാൻ പോവുകയാണ്. കണ്ടോ? അപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം കുറേ ബീറ്റ്സ് ഉണ്ട്. അത് മുട്ടുകൾ ടും ടും ഇങ്ങനത്തെ കുറച്ച് മുട്ടുകളുണ്ട്. അതേപോലെ ട്രാൻസിഷൻ ആയിട്ട് വരുന്ന ഏരിയകളുണ്ട്. ഇതാ ഈ ഏരിയയിൽ ഇവിടുന്ന് ഈ ഒരു മ്യൂസിക് ഇങ്ങനെ മാറിയിട്ട് അടുത്തൊരു മ്യൂസിക്കിലേക്ക്, ആ ഏരിയയിൽ ആ ഒരു മ്യൂസിക്കിൽ നിന്ന് മാറിയിട്ട് അടുത്തൊരു മ്യൂസിക്കിലേക്ക് കയറി വരികയാണ് അല്ലേ? അതെങ്ങനെ അവിടെ ഒരു മുട്ടുണ്ട്, എന്താ പറയുക, ഒരു ബീറ്റ് ഉണ്ട്. നോക്കിയോ, ആ ഒരു ബീറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ആ മുകളിലുള്ള വീഡിയോനെ ഒന്ന് ക്രോപ്പ് ചെയ്ത് വെച്ച് നോക്കുക. നോക്കട്ടെ, ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്യുന്ന അറിയാലോ, കമാൻഡ് പ്ലസ് ബട്ടൺ കേട്ടോ. ഒന്ന് സൂം ചെയ്തിട്ട് അവിടേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മൾ ഇതിനെക്കാട്ടും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്താ പറഞ്ഞത്? ഇവിടെ വെക്കുക, ഈ പ്രസ് ചെയ്യുക അല്ലേ? അപ്പോൾ കറക്റ്റ് അവിടേക്ക് കട്ടായിട്ട് വരും. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയോ. കണ്ടോ? അട്ടും നടിച്ചപ്പോൾ ആ ഒരു പിക്ചർ അവിടെ നിന്ന് മാറിയിട്ട് അവിടേക്ക് അടുത്ത പിക്ചർ തരണം. നോക്കല്ലേ, ഈ ഒരു പിക്ചറിനെ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനെ ആഡ് ചെയ്യാം. നമുക്ക് ഏതാണോ നമ്മളെ ഇഷ്ടം, ഏതെങ്കിലും ഞാൻ ഇതിനൊന്ന് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഇതിലൊരു മ്യൂസിക് വരുന്നുണ്ട് അല്ലേ? ഒന്നെങ്കിൽ നമുക്കിതിനെ Ctrl+Shift+S പ്രസ് ചെയ്ത് താഴേക്ക് വേറെ ലെയറാക്കി മാറ്റിയിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടുന്ന് നേരെ ഈ ഒരു ഓഡിയോ ഇവിടുന്ന് താഴെ വലിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു. സിമ്പിൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പം നോക്കിയോ, ആ ഒരു മ്യൂസിക് കഴിഞ്ഞ് അടുത്ത മ്യൂസിക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു കല്യാണ വീഡിയോസിലൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ പാട്ടുകൾ, സിനിമ പാട്ടുകളാണ് അതിൽ ബീറ്റോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെറിയ മ്യൂസിക്കുകൾ മാറുന്ന സമയങ്ങളിൽ ആഡ് ചെയ്ത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഔട്ട് കിട്ടും കേട്ടോ. ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നോക്കിക്കോ. കണ്ടോ? ആ മാറുന്ന കറക്റ്റ് അവർ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ടേക്ക് നീക്കി വെക്കണം. നോക്കിക്കോ, ഇത്തിരി തെറ്റിപ്പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചും ഇങ്ങോട്ടേക്ക് വലിച്ചിട്ട് ആ ബീറ്റ് വരുന്ന സമയത്ത് തന്നെ കണ്ടോ, അട്ടപ്പ് നടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു വീഡിയോ വന്നു. അപ്പോൾ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ വെറുതെ വാരി വലിച്ച് വീഡിയോസ് ഇട്ടിട്ട് ഒരു പാട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇതേപോലെ ഓരോ ബീറ്റിൽ ക്ലിപ്പുകൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ക്ലിപ്പുകൾ ഒരുപാട് ലെങ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാലും ബോറായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ ഇടവേളകളിൽ അടുത്തത് എന്ത് ചെയ്യണത്? അവിടെ കുറച്ച് തോനെ ടൈം എടുക്കും കേട്ടോ, എന്നാലും ക്ഷമയോടെ ചെയ്ത് നോക്കി. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ പ്രസ് ചെയ്ത് ഇവിടേക്ക് അടയാം. അടുത്ത നമ്മൾ ആ പറഞ്ഞ ആ ബീറ്റിൻ്റെ മുകളിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക? ബീറ്റ് തുടങ്ങുന്നതിന് അവിടെ വെച്ചിട്ട്, അല്ലെ ബീറ്റ് തുടങ്ങിയിട്ടോ അവർ കറക്റ്റ് നമുക്ക് എങ്ങനെയാണോ അത് കറക്റ്റ് ഫീൽ ചെയ്യുന്ന ആ രീതിയിൽ കറക്റ്റായിട്ട്, അതായത് ആ കട്ടാവുന്ന സമയത്ത് നമ്മൾ അടുത്ത ക്ലിപ്പ് അവിടെ കയറി പോകണം. അപ്പോഴതിൻ്റെ ഭംഗി വേറെ തന്നെ ആയിരിക്കും. ഇപ്പം നോക്കിക്കോ, ഞാൻ ഈ ഓഡിയോ കട്ട് ചെയ്യണേ. ഓക്കെ, ഒന്ന് പ്ലേ ചെയ്യണേ. അടുത്ത ടപ്പ് എന്നുള്ള കൊട്ട് ഇവിടെയാണ് വരുന്നത് അല്ലേ? ആദ്യത്തെ നിങ്ങൾക്ക് അത്ര ഫീൽ ചെയ്യുന്നുണ്ടാവില്ല, എന്നാലും രണ്ടാമത്തെ കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ? നമ്മൾ ആ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ ഇവിടെ വെച്ച് കട്ട് ചെയ്തത് കേട്ടോ. ഇനി അവിടേക്ക് എന്ത് ചെയ്യണം? വേറൊരു ക്ലിപ്പിനെ ആഡ് ചെയ്യണം. ഈ ഒരു ക്ലിപ്പിനെ ആഡ് ചെയ്യുക. ഇപ്പം നോക്കിയാൽ 4 ക്ലിപ്പുകൾ നമ്മൾ ആഡ് ചെയ്തു. ഇത് അത്ര അറിയില്ല. കണ്ടോ? ആ ഒരു പ്രത്യേക ഭംഗിയിൽ തന്നെയായിരിക്കും ആ ഒരു
പോക്ക് പോകുന്ന വീഡിയോ ഉണ്ട്. ഇത് ഫൈനൽ ഔട്ട് എടുത്ത് കഴിയുന്ന സമയത്ത് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കും നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് പഠിച്ചതാണോ, എത്ര മനോഹരമായി ചെയ്തു എന്ന്. സംഭവം എന്താണ്, ഈ ബീറ്റാണ് നമുക്കവിടെ ട്രാൻസിഷൻ തരുന്നത്. ഇനി ഇത് മാത്രമല്ല, ഒരു വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഏത് വീഡിയോ ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഷോർട്ട് ഫിലിമിലൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ നമുക്ക് ബോറായി പോകും ചില സമയത്ത്. ഈ കൂടുതലും കല്യാണ വീഡിയോസ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒറ്റയടിക്ക് തുടങ്ങുന്നതിന് പകരം എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് പോയിന്റില്ലേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരിക. എന്നിട്ട് ഈ ഒരു ഒപ്പാസിറ്റി 0യിലേക്ക് കൊണ്ടുവച്ച് അവിടെ ഒരു കീ ഫ്രെയിം അപ്ലൈ ചെയ്യുക. ഇതൊരു കീ ഫ്രെയിം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ പറയുകയാണേ, ഈ വീഡിയോ എങ്ങനെ ഭംഗിയാക്കി എടുക്കാമെന്നുള്ളത്. എന്നിട്ട് ഏകദേശം ഇവിടേക്ക് അടുത്ത ബീറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അടുത്തൊരു വേവിൻ്റെ അവിടേക്ക് കൊണ്ടുവരിക. ഈ ഒപ്പാസിറ്റി ഫുള്ളാക്കുക, 100ലേക്ക് കൊണ്ടുവരിക കേട്ടോ. 100% കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയോ, കണ്ടോ ടുഡും എന്നുള്ള ഒരു മ്യൂസിക് വരുന്ന സമയത്ത് അട്ടുപ്പ് നടിക്കുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷനോ എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് എവിടെ ഓരോ ഇത് റെസ്പെക്റ്റീവ് ആണ്. ഓരോ സംഭവങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കഴിവാണ്. ഓക്കെ, അത് നിങ്ങൾ നോക്കി ചെയ്ത് പോരുക കേട്ടോ. ഓരോ സമയത്ത് നമുക്കൊരു ബുദ്ധി തോന്നും, അപ്പം ചിലപ്പോൾ നന്നാവും, ചിലപ്പം കൊളാവും, അത് നോക്കണ്ട. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബീറ്റിനനുസരിച്ച് വീഡിയോസ് ഇട്ടിട്ട് നല്ല ഭംഗിയാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യാനുള്ളത്, ഇത്രയും ക്ലിപ്പുകൾ നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ഇതിനൊരു ഫിലിം ലുക്കിലേക്ക് കൊണ്ടുവരണം അല്ലേ. ഫിലിം ലുക്കിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ എന്താ ചെയ്യുന്നത് അറിയോ, ഇവിടെ നമുക്ക് ടെക്സ്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡാർക്ക് പൂൾ സ്റ്റുഡിയോ എന്നുള്ള ഫോൾഡർ ഉണ്ടാവും. നമുക്കല്ല, എനിക്ക്, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറാണ്. FCPൻ്റെ അകത്ത് മാത്രം കാണാത്തൊരു സാധനമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ. ബാക്കി എല്ലാ സോഫ്റ്റ്വെയറിലും അവർ ഫ്രീ ആയിട്ട് തരുന്ന സാധനമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്ന് പറഞ്ഞ സംഭവം. ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്ത് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ചെയ്യേണ്ടല്ലോ, അതിന് ഇതിൽ പറയാൻ ഒരുപാട് ടൈം കൊടുക്കും. അതുകൊണ്ട് അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ, അങ്ങനെ ആഡ് ചെയ്യാന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കുക. എങ്ങനെ ഇത് ഒഴിവാക്കിയിട്ട് കാണാൻ പോകണ്ട കേട്ടോ, അതിനെ വേറെ തന്നെ ഒരു പേജിലേക്ക് ഓപ്പൺ ചെയ്ത് കാണണം കേട്ടോ. റിക്വസ്റ്റ് ആണ്, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തിരിച്ച് ഇതിലേക്ക് വരില്ല. ഓക്കെ, ഇനി ഈ ഒരു ക്ലിപ്പിനെ സെലക്ട് ചെയ്യുക, അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിനെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ടോപ്പ് ഭാഗമല്ലേ, ഈ ടോപ്പ് ഭാഗത്ത് ഒരു 100%, അതായത് 100% അവിടെയും കട്ട് ചെയ്യുക. ക്രോപ്പിൻ്റെ അകത്താണ് ഇൻസ്പെക്ടറിൽ താഴേക്ക് വരിക, ടാബ് കീ പ്രസ് ചെയ്താൽ മതി കേട്ടോ. ബോട്ടത്തിലും ഇതേപോലെ 100 കട്ട് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കോ, നിങ്ങൾക്ക് വേറൊരു ലുക്ക് കൂടെ കിട്ടി. കണ്ടോ, കുറച്ചും കൂടെ ഒരു ലുക്ക് കിട്ടിയില്ലേ, ഒരു ഫിലിം ലുക്ക് കിട്ടി. നമ്മൾ ചെറിയൊരു കളർ ഗ്രേഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്ലിപ്പുകൾക്ക് വേറെ അല്ല, ഒരൊറ്റ ടൈപ്പാണ് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക് കൊണ്ടുവരാം. പ്രത്യേകിച്ച് ഒരേ സമയം ഷൂട്ട് ചെയ്ത വീഡിയോസൊക്കെ ആണെങ്കിൽ ഒരൊറ്റ കളർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം, അതായത് ഇൻഡോർ, ഇപ്പോൾ നമ്മളൊരു ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതിന് ഇൻഡോറൊക്കെ ഏകദേശം ഒരേ ലൈറ്റ് ആയിരിക്കും വരിക, ഔട്ട്ഡോറൊക്കെ ഒരേ ലൈറ്റ് ആയിരിക്കും വരിക. പന്തലിൻ്റെ ഒക്കെ താഴെയായിട്ട്, പന്തലിട്ടൊക്കെ ആണല്ലോ കല്യാണങ്ങളൊക്കെ നടക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ താഴേക്ക് അങ്ങനെ വരും. ഷോർട്ട് ഫിലിംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് കളർ ഗ്രേഡ് ചെയ്യണം കേട്ടോ ഓരോ ക്ലിപ്പിലും. അപ്പോഴേ അതിൻ്റെ ഒറിജിനൽ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ അഡീഷണൽ ലെയർ ഇല്ലെങ്കിൽ ഇപ്പോൾ തൽക്കാലം എന്ത് ചെയ്താൽ മതി എന്നറിയോ, ഇതിനെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് മൊത്തം ഇങ്ങ് സെലക്ട് ചെയ്യാം. ആ ഒരു എൻ്റയർ വീഡിയോനെ സെലക്ട് ചെയ്ത ശേഷം, വിത്ത് ഓഡിയോ വേണേൽ വിത്ത് ഓഡിയോ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് ഇത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഷോർട്ട് കട്ട് ഏതാണ്, ഓപ്ഷൻ G. ഓക്കെ അല്ലേ, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളെ ഷോർട്ട് കട്ട് മാറ്റുന്നത് എങ്ങനെയാണ്, കമാൻഡ് ഓപ്ഷൻ K പ്രസ് ചെയ്യുക. എന്നിട്ട് ഒരു ഓപ്ഷൻ എന്താണ്, ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് നിന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഇവിടെ, എന്നിട്ട് എഡിറ്റിങ്ങിൽ വെക്കുക. അപ്പോൾ ഇവിടെ ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് എന്നുണ്ടാവും. അവിടെ എന്ത് ചെയ്യുക, ഓപ്ഷൻ +G എന്നുള്ള കീ അടിച്ചു കൊടുക്കുക. ഓപ്ഷൻ G അടിച്ചു കഴിഞ്ഞാൽ അതവിടെ സേവ് ആയി അല്ലേ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ട് ഇനി സേവ് ചെയ്യണ്ട. അപ്പോൾ ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് കിട്ടി. ഇനി ഈ കോമ്പൗണ്ട് ക്ലിപ്പിൻ്റെ അകത്ത് ഇൻസ്പെക്ടറിൽ വരിക. എന്നിട്ട് ഇവിടെ 100% ടാബ് അടിക്കുക, താഴെ 100%. ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചു, ഒരു കോമ്പൗണ്ട് ക്ലിപ്പാക്കി മാറ്റി കഴിഞ്ഞു അല്ലേ. ഇപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത്, എൻ്റെ ഈ ഒരു ക്ലിപ്പിൽ മാത്രം ചെറിയൊരു മാറ്റം വരുത്തണം. അപ്പം ഞാനിത് കട്ട് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ ചെയ്യണ്ടേ, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകണ്ട, എന്ത് ചെയ്യുക, ഈ ക്ലിപ്പിൻ്റെ അകത്ത് ഡബിൾ ക്ലിക്ക് അടിച്ചു കൊടുക്കുക. കണ്ട, ഇതിൻ്റെ അകത്ത് മൂപ്പർ അങ്ങനെ തന്നെ ഉണ്ട്. നമ്മളൊരു കവർ ഇട്ടിട്ട്, എന്താ പറയുക, 1 കിലോ പഴം വാങ്ങിയിട്ട് ഒരു കവർ ഇട്ടത് കെട്ടിക്കഴിഞ്ഞിട്ട് ഒറ്റ മുറി മുറിച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി മുറിയെന്ന് പറയും പോലെയാണ്. അതിന് വേറെ എന്ത് ചെയ്യുക, കവറൊന്ന് തുറന്ന ശേഷം ഓരോ പഴം സെപ്പറേറ്റ് എടുത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ്, അതേപോലെ അല്ല കേട്ടോ. നമ്മൾ ഡബിൾ ക്ലിക്ക് അടിച്ച് ഉള്ളോട്ട് കയറി. ഇനി എനിക്ക് ഈ ഒരു ക്ലിപ്പിനെ മാത്രം എന്തെങ്കിലും ചെയ്യണം, ഈ ഒരു ക്ലിപ്പിന് മാത്രം കളർ ഗ്രേഡ് ചെയ്യണം. എന്ത് ചെയ്യുക, എനിക്ക് കളർ ഗ്രേഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം അല്ലേ. നേരെ ഇൻസ്പെക്ടറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് സംഭവം കണ്ടതാ,
ഒരു കളറിൻ്റെ ചിഹ്നം തന്നെ. ഇതാണ് കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു ബേസിക് കളർ ബോർഡ് എന്ന് പറയും. കളർ ബോർഡ്. ഇവിടെ നമുക്ക് നോ കറക്ഷൻസ് എന്ന് കണ്ടോ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ കളർ ഓപ്ഷൻസ് കിട്ടും. ഇത് നമ്മൾ കളർ ഗ്രേഡിങ്ങിൻ്റെ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയും കേട്ടോ. ഇപ്പം നമ്മളത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, അത് മൊത്തം കൺഫ്യൂഷൻ ആവുകയുള്ളൂ. അപ്പോൾ നമുക്ക് തൽക്കാലം എന്ത് ചെയ്യുക, ഈ കളർ ബോർഡിനൊന്ന് പരിചയപ്പെടാം. കളർ ബോർഡ്, അതിൽ കളർ ഉണ്ട്, സാച്ചുറേഷൻ ഉണ്ട്, എക്സ്പോഷർ ഉണ്ട്. എന്താണ് കളർ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ 3 ഈ കുത്തുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഈ 3 കൺട്രോൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇത്. ഓക്കെ, അടുത്തത് വരുന്നത് ഷാഡോ എന്ന് പറഞ്ഞ ഏരിയ. കറുപ്പ് കളറിൽ കണ്ടോ, ഷാഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഈ ഒരു കറുത്ത ഭാഗങ്ങളിലെ ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന ഈ ഭാഗങ്ങളാണ് ഷാഡോ. ഇനി മിഡ് ടോൺ എന്ന് പറയുന്നത് ഏകദേശം ഈ പൂവ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു മിഡ് ടോൺ റേഞ്ചിലേക്കാണ് ഇതൊക്കെ വരുന്നത്. നമ്മുടെ ഫേസ് ഒക്കെ ഉണ്ട്, അത് മിഡ് ടോണിലാണ് വരിക. ഇനി ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഏരിയയാണ് ലാസ്റ്റ് കാണുന്നത്, ഈ വെള്ള ഏരിയ. വെള്ള ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ ഈ വെളുത്ത ഭാഗങ്ങൾ, ഇതിൽ തന്നെ കണ്ടോ ലൈറ്റ് ഓവറായിട്ട് വരുന്ന ഭാഗങ്ങൾ, വെളിച്ചം കൂടുതൽ വരുന്ന ഭാഗങ്ങളാണ് ഹൈലൈറ്റ്. നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നോക്കിക്കോ. അത് ഞാൻ ഈ ഷാഡോ ഏരിയയിലെ കളറൊന്ന് മാറ്റുകയാണ്. കണ്ടോ, മെയിനായിട്ട് ബാധിക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ടിനെയാണ്. ഫ്രണ്ടിൽ വല്ലാണ്ട് അങ്ങ് ബാധിക്കുന്നില്ല. കണ്ടോ, ബാധിക്കും എന്തായാലും, എന്നാലും അത്ര ബാധിക്കില്ല. കറുത്ത ഭാഗങ്ങൾക്കാണ് കൂടുതൽ ബാധിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് സെക്കൻഡായിട്ട് വരുന്ന മിഡ് ടോൺ ആണ്. മിഡ് ടോൺ വരുന്ന സമയത്തും ഓൾമോസ്റ്റ് ഞാൻ ആ പറഞ്ഞ ഭാഗങ്ങളിലല്ല വരുന്നത്. എവിടെയൊക്കെയാണ് മിഡ് ടോൺ പിന്നെയും വരുന്നത് അല്ലേ. അത് ഒരാളെ ഫേസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുമായിരുന്നു. എന്നാൽ ആ പൂവിലേക്കൊക്കെ നോക്കി ചെറിയ മാറ്റങ്ങൾ വരുന്നത്. ഓക്കെ, ഒരു ഫേസിൻ്റെ ഭാഗങ്ങൾ നോക്കല്ലേ, ഒരു ഫേസുള്ള വീഡിയോ, എൻ്റെ ഒരു ഫേസുള്ള വീഡിയോ ഉണ്ടല്ലോ അല്ലേ. ഇപ്പം നോക്കിയോ, ഞാൻ ആ മിഡ് ടോൺ ഏരിയയിലെ ഇത് മാറ്റുന്ന സമയത്ത് കണ്ടോ, എൻ്റെ ഫേസിലാണ് കൂടുതൽ കണ്ടോ മാറ്റം വരുന്നത്. ശ്രദ്ധിക്കാൻ പറ്റില്ലേ. ഓക്കെ അല്ലേ, അതൊന്ന് കാണിക്കാൻ വേണ്ടി ഇതിനെ ആഡ് ചെയ്തതാണ്. ഫോട്ടോ ആവുന്നത് എനിക്ക് ഇന്നെ തന്നെ കണ്ടിട്ട് മണമാണ്. ഇനി അടുത്തത് ഹൈലൈറ്റ് ഏരിയ ആണ്. അത് നമുക്ക് ഈ വെള്ളത്തിൽ കൂടുതൽ കാണാൻ പറ്റും, ഈ ഹൈലൈറ്റ് ഏരിയ. അതേപോലെ ഇതിൽ കണ്ടോ, ഇതൊക്കെ ഹൈലൈറ്റ് ഏരിയ ആണ്. ഹൈലൈറ്റ് ഏരിയയിൽ മാറ്റം വരുത്തുമ്പോൾ ആകാശത്ത് കണ്ടോ കൂടുതൽ മാറ്റങ്ങൾ വരുന്നത്. അതേപോലെ ഈ തിരയിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ തിരയുടെ അവിടെ ഹെഡർ കൊണ്ടുവെക്കണം കേട്ടോ. ഈ ലൈനാണ് ഹെഡർ, നമ്മൾ നേരത്തെ പറഞ്ഞാണ് ഇതൊക്കെ. കണ്ടോ, തിരയുടെ അവിടെ ഹൈലൈറ്റിൽ കണ്ടോ വേഗം വേഗം കളറുകൾ മാറുന്നത്. ഇത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ കളറിന് വിട്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതൊരു വിഷയമുള്ള ഏരിയ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, സാച്ചുറേഷൻ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോവുകയാണ്. സാച്ചുറേഷനിൽ നമുക്ക് 3 പോയിന്റുകൾ, സെയിം പോയിന്റുകളാണ്. ഷാഡോ, മിഡ് ടോൺ, ഹൈലൈറ്റ്, ഓവറോൾ കൺട്രോൾ. ഗ്ലോബൽ കൺട്രോൾ എന്നാണ് ഇതിൽ പറയുന്നത്, ഓവറോൾ കൺട്രോൾ. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലിപ്പിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഓവറോൾ കൺട്രോൾ ഒന്ന് നീക്കുന്ന സമയത്ത് മൊത്തത്തിൽ കണ്ടോ, സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കളറുകളില്ലേ ചുവപ്പ്, പച്ച, ഓറഞ്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറിൻ്റെ ഡെപ്ത് കൂട്ടുക. പറഞ്ഞിട്ട് മനസ്സിലായില്ലേ, ഇപ്പോൾ മനസ്സിലായില്ലേ. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി, മേലേക്ക് കയറ്റി കൊണ്ടുപോകുമ്പോൾ കളറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റി ഡെപ്ത് കൂടി വരിക, കുറഞ്ഞു വരിക. ഇതാണ് നമ്മൾ സാച്ചുറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് റീസെറ്റ് ചെയ്യാം. തൊട്ടിപ്പുറമുള്ള ഷാഡോ ഏരിയ ഇതാ, ഈ ഏരിയയിലൊക്കെ നോക്കിക്കോ, ഇവിടെയൊക്കെ ഷാഡോ ഏരിയ ആണ്. അവിടെ ഹൈലൈറ്റ് അങ്ങ് കൂടും കണ്ടോ. പക്ഷേ പൂവിലൊന്നും കാര്യമായിട്ട് ബാധിച്ചില്ല. കുറച്ച് കഴിഞ്ഞ് 0 എത്തിച്ചോ കണ്ടോ. കാര്യമായിട്ട് ബാധിക്കുന്ന എവിടെയാണ്, ഷാഡോ ഏരിയയിലാണ്. ഇനി മിഡ് ടോണിൻ്റെ അകത്ത് മാറ്റുമ്പോൾ നിങ്ങൾ നോക്കിയോ, പൂവിനെ നോക്കിട്ടോ, പൂവിൽ മാത്രം കണ്ടോ, അതുപോലെ പച്ച കളറിലൊക്കെ ഭയങ്കരമായിട്ട് മാറുന്നത്. ഇനി ഹൈലൈറ്റിൻ്റെ അകത്തും അതേപോലെ ആകാശത്തൊക്കെ നോക്കിയാൽ സൂര്യനൊക്കെ വല്ലാതെ അങ്ങ് കയറുന്നത്. ഇതേപോലെ നമുക്ക് 3 വെറൈറ്റി കളറുകളുള്ള ഈ സ്ഥലങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ സാച്ചുറേഷനൊക്കെ മാറുന്നതെങ്കിൽ കാണാൻ കഴിയും. ഇത് കണ്ടോ. ഇനി ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറിനെ കിട്ടും. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എക്സ്പോഷർ എന്ന് പറഞ്ഞ ഏരിയയിലേക്ക് പോകാം. എക്സ്പോഷർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ബാലൻസ് ചെയ്യാനുള്ള ഏരിയയാണ്. വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫുട്ടേജ് നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ ഗ്രേഡ് ചെയ്തൊരു ഫുട്ടേജ് അല്ല നമുക്ക് കിട്ടുക അല്ലേ. ഓൾമോസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ വരും എന്നുള്ളത്. നോക്കാം, ഇതൊരു ഇത്തിരി കയറി നിൽക്കും. ഇങ്ങനെ ലൈറ്റൊക്കെ ഉള്ളൊരു ക്ലിപ്പാണ് ഓൾമോസ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കിട്ടുക. പിന്നെ നമ്മളതിന് വൈറ്റ് ബാലൻസ് ആദ്യം ചെയ്യും, പിന്നെ കളർ ഗ്രേഡ് ചെയ്യും. ഓക്കെ അല്ലേ. കളർ ഗ്രേഡും വൈറ്റ് ബാലൻസും രണ്ടെണ്ണം തന്നെയാണ് കേട്ടോ. നമ്മളതിനെ പറ്റി കൂടുതൽ വീഡിയോസിൽ ചെയ്യും കേട്ടോ, കളർ ഗ്രേഡിൻ്റെ വീഡിയോയിൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിക്കോ, ഞാൻ ആദ്യം തന്നെ ഈ എക്സ്പോഷറിൽ നമ്മുടെ ആദ്യം പറഞ്ഞ ഷാഡോ ഏരിയ മാത്രം താഴ്ത്തുന്ന സമയത്ത് കണ്ട, ആ ഷാഡോ ഉള്ള ഭാഗങ്ങളിൽ മാത്രം മൊത്തത്തിൽ ആ കളറ് കുറയുന്നു. അതായത് വൈറ്റ് കളർ കുറയുന്നു, കൂടുന്നു അല്ലേ. വെളിച്ചം കൂടുന്നു, കുറയുന്നു. ഇനി മിഡ് ടൗണിൽ നോക്കിക്കോ, മിഡ് ടൗണിൽ മൊത്തത്തിൽ കൂടുന്നു, കുറയുന്നു. ഇനി ഹൈലൈറ്റിലാണെങ്കിൽ ആകാശം മാത്രം. നല്ലൊരു ഫുട്ടേജ് ഉണ്ടായിരുന്നേ നമുക്ക് കറക്റ്റ് കാണിച്ചു തരാൻ പറ്റുന്നുണ്ട്. എൻ്റെ ഫുട്ടേജ് തന്നെ ആഡ് ചെയ്യട്ടെ. എൻ്റെ അത് നോക്കിയോ, എൻ്റെ മുഖത്ത് നോക്കിയോ, ഒരു തിളക്കം വരുന്നത് കണ്ടോ. ഈ നെറ്റിയുടെ ഇവിടെയൊക്കെ അവിടെ ഓവർ ലൈറ്റ് അടിച്ചിട്ട് ഹൈലൈറ്റ് ഏരിയ ആണ്. അവിടെ എനിക്ക് ആ നെറ്റിയുടെ ലൈറ്റ് കുറയ്ക്കണമെങ്കിൽ കണ്ടോ, ഞാൻ ഇവിടെ ഇങ്ങനെ താഴ്ത്തി ഹൈലൈറ്റ് കുറച്ച് വെച്ചിട്ട്, ഇനി എൻ്റെ മുഖത്തേക്കുള്ള വെട്ടം പോയില്ലേ, അപ്പോൾ വെട്ടം കുറച്ച് കൂട്ടണമെങ്കിൽ മിഡ് ടോൺ കുറച്ച് കയറ്റിയിടുക.
അപ്പോൾ വെട്ടം കയറ്റിയിട്ടപ്പോൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ മൊത്തത്തിലൊരു പാട വന്ന പോലെ അല്ലേ, മഞ്ഞുപാളി വന്ന പോലെ വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ബ്ലാക്ക് ഏരിയ കുറച്ച് താഴേക്ക് വലിക്കും, ഷാഡോ ഏരിയ കുറച്ച് താഴേക്ക് വലിക്കും. ഓവറായിട്ട് വലിക്കരുത്, ഇവിടെയുള്ള ഡീറ്റെയിൽസൊക്കെ മിസ്സിങ് ആവും അല്ലേ. അപ്പം മിസ്സിങ് ആവാത്ത രീതിയിൽ വെക്കുക. ഇപ്പോൾ കണ്ടോ എൻ്റെ നെറ്റിയിലുള്ള ആ ലൈറ്റ് പോവുകയും ചെയ്തു, പക്ഷേ എൻ്റെ മുഖത്തേക്കുള്ള വെളിച്ചം അവിടെ തന്നെ ഉണ്ട് താനും. ബാക്ക്ഗ്രൗണ്ടിൽ ഏരിയയിലൊക്കെ ആ ലൈറ്റ് കുറഞ്ഞു. ഇത് 3 അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പല രീതിയിലും വെച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നല്ലൊരു ഔട്ട് എവിടെയാണോ കിട്ടുന്നത് മാക്സിമം നല്ലൊരു ഔട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ ഷൂട്ട് ചെയ്ത ഫുട്ടേജിനും അത്യാവശ്യം ലൈറ്റൊക്കെ വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കളർ ബോർഡുകൾ അത്യാവശ്യം നിങ്ങൾ പഠിച്ചു അല്ലേ. കളർ ബോർഡിൽ എനിക്ക് കളർ ഗ്രേഡ് ചെയ്യാൻ പറ്റും. മിഡ് ടോണിൽ ചെറിയൊരു കളർ ഗ്രേഡ് ചെയ്താൽ എൻ്റെ മുഖത്ത് മാറ്റം വരും. അതിന് പറഞ്ഞാൽ ഹൈലൈറ്റിൽ ചെറിയ മാറ്റം വരുന്നത് വെച്ചാൽ മൊത്തത്തിൽ കണ്ട വേറൊരു കളർ കിട്ടിയ ഓക്കെ. സാച്ചുറേഷൻ വേണമെങ്കിൽ ഇത്തിരി കൂട്ടിയിടാം, മൊത്തത്തിൽ കൂട്ടാം, ഇല്ല മിഡ് ടോൺ മാത്രം കൂട്ടാം. കണ്ടോ ഇപ്പോൾ ഇനി കുറച്ചുകൂടെ ഒരു ജീവനുള്ളൊരു ആളെ പോലെ ആയില്ലേ. നേരത്തെ ഒരു ശവം പോലെ വെളുത്തിരിക്കും. നമ്മളെപ്പോഴും ഈ സാച്ചുറേഷൻ ഇങ്ങനെ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ശവത്തിൻ്റെ ഫീലിംഗ് ആണ് കേട്ടോ മുഖത്ത് കിട്ടുക. അപ്പോൾ നമ്മൾ സാച്ചുറേഷൻ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൂട്ടി വെക്കണം എല്ലാ വീഡിയോസിലും. നമ്മൾ പാകത്തിന് ഓവറായിട്ട് കയറ്റിയാൻ വേണ്ട. കണ്ടോ സെറ്റല്ലേ. ഇപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് 2 രീതിയിൽ കാണാൻ പറ്റും അല്ലേ. ഇവിടെ നല്ല സാധാ ടൈം ലൈനും ഇവിടേക്ക് ഒരു കറുപ്പ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അതിൻ്റെ അർത്ഥം എന്താ പറയുക, മെയിൻ ടൈം ലൈനിൻ്റെ അകത്ത് ഇവനില്ല. ഇനി നമ്മൾ മെയിൻ ടൈം ലൈനിലേക്ക് തന്നെ തിരിച്ചു പോവുക. ഈ ഒരു ബട്ടൺ ഉണ്ടോ, ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ടൈം ലൈനിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ എനിക്ക് ക്ലിപ്പ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അവിടെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എവിടം വരെ എക്സ്പാൻഡ് ആവും, എൻ്റെ വീഡിയോ ക്ലിപ്പ് എവിടെ വരെ ഉണ്ടോ അവിടെ വരെ എക്സ്പാൻഡ് ആവും, അവിടെ എത്തിയാൽ നിൽക്കും. കണ്ടോ അപ്പോൾ വീണ്ടും ഡബിൾ ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ ഉള്ളോട്ടേക്ക് തന്നെ പോകാൻ പറ്റും. ഇപ്പോൾ കണ്ടോ ഞാൻ ഇവിടെ വരെയാണ് സെറ്റാക്കി വെച്ച്, അവിടെ വരെ ഇതിൻ്റെ ഉള്ളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇല്ലാത്ത ഭാഗങ്ങൾ കറുപ്പിലും ഉള്ള ഭാഗങ്ങൾ ഇങ്ങനെയും കാണാൻ പറ്റും. ഓക്കെ, ഇനി ഈ ഒരു ക്ലിപ്പ് നമ്മൾ കളർ ഗ്രേഡ് ചെയ്തു അല്ലേ. ഇനി എനിക്ക് ഈ ക്ലിപ്പിൻ്റെ അകത്ത് നിന്ന് ആ ഒരു പച്ച ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണമെന്ന് കരുതാം. അപ്പോൾ നമ്മൾ അടുത്ത ടൂളിലേക്ക് പോവുകയാണ്. ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ സ്ക്രീൻ റിമൂവൽ കേട്ടോ. അത് നമുക്ക് ഇവിടെ എഫക്റ്റ് പാനലിൻ്റെ അകത്ത് എഫക്റ്റിൻ്റെ പാനൽ ഓൺ ചെയ്യുക. ഇതിൻ്റെ അകത്ത് മാസ്കിങ് ആൻഡ് കീയിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. മാസ്കിങ് ആൻഡ് കീയിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മാസ്ക് ചെയ്യാനും കീ ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഈ ഡ്രോ മാസ്ക് എന്ന് കണ്ടോ, ഡ്രോ മാസ്കിന് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയാണേ. ഒരു പെന്നിൻ്റെ ടൂൾ കിട്ടും. ഇപ്പോൾ പെന്നിൻ്റെ ടൂൾ കിട്ടുന്നില്ല, അത് എന്തുകൊണ്ടാണെന്ന് അറിയാം. അപ്പോൾ നമ്മളിവിടെ നേരെ ഇൻസ്പെക്ടറിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ മാസ്കിൻ്റെ ഓപ്ഷനിൽ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെന്നിൻ്റെ ഓപ്ഷൻ കിട്ടും. ഇനി ഒരു പക്ഷേ ഇവിടെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ആക്കി വെച്ചതാണെങ്കിൽ അപ്പോൾ പെന്നിൻ്റെ ഓപ്ഷൻ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഡൺ അടിച്ചിട്ട് ഈ ട്രാൻസ്ഫോം ചെയ്യേണ്ട ഓപ്ഷൻ ഒന്ന് ഓഫ് ആക്കിയിടണം കേട്ടോ. ഇനി നമ്മൾ മാസ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ ഏരിയയിൽ കൂടെ എനിക്ക് വേണ്ടാന്ന് കരുതുക. ഇതൊക്കെ നമുക്ക് ഒഴിവാക്കേണ്ട ഭാഗങ്ങളാണ് അല്ലേ. അപ്പോൾ ഇങ്ങോട്ടൊന്നും ഞാൻ വരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം ഇതിലെങ്ങനെയൊക്കെ ഉണ്ടോ ആ ഏരിയ മിസ്സാകാത്ത രീതിയിൽ ഒരു മാസ്ക് വരയ്ക്കുക. ഓക്കെ അല്ലേ. ഇതേപോലെ മാസ്ക് വരച്ച് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ പുറത്തൂടെയുള്ള എന്തൊക്കെയാണ്, പുറത്തുള്ള ആ മേശ ആ സംഭവങ്ങളൊക്കെ കട്ടായിപ്പോയി അല്ലേ. ഈ ഭാഗങ്ങളൊക്കെ കട്ടായിപ്പോയി. അപ്പോൾ ഞാൻ ഈ തുടങ്ങിയ ഭാഗത്തു നിന്ന് അവസാനിക്കുന്ന ഭാഗത്ത് വരെ തുടങ്ങിയ പോയിന്റിൽ നിന്ന് അവസാനിക്കുന്ന പോയിന്റിലേക്ക് ഒരു കണക്ഷൻ വരണം കേട്ടോ. എന്നാലും മാത്രമേ കട്ടാവുള്ളൂ. കട്ടായി കഴിഞ്ഞു. ഇനി എനിക്ക് ബാക്ക്ഗ്രൗണ്ടിലെ പച്ച കളർ മായ്ക്കണം അല്ലേ. അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഇവിടെ നമുക്ക് ഗ്രീൻ സ്ക്രീൻ കീയർന്ന് കാണാൻ പറ്റും. ഈ ഗ്രീൻ സ്ക്രീൻ കീയറിനെ ജസ്റ്റ് വലിക്കുക. നമ്മുടെ ഫുട്ടേജിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ മാസ്ക് ആഡ് ചെയ്തില്ല അതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ഇവിടേക്ക് ആഡ് ചെയ്യാം. കണ്ടോ ഓൾറെഡി കുറേ ഭാഗങ്ങൾ അങ്ങ് പോയിട്ടുണ്ട്. എന്നാലും എനിക്ക് ഈ ഗ്രീൻ സ്ക്രീനിൻ്റെ സെറ്റിങ്സ് ഇവിടെ കാണാൻ പറ്റും. അതിൽ കളർ മാച്ചിൻ്റെ അകത്ത് ഇനി കുറച്ചും കൂടെ ഗ്രീൻ കളറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഇങ്ങോട്ടേക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അവിടെ മാനുവൽ സെറ്റിങ്സ് എടുത്ത് എത്രത്തോളം ഈ കളർ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണോ അതൊക്കെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഈ ഒരു ഓഫ്സെറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൂമിനൻസ് ആണ് വരുന്നത്. ഈ ലൂമിനൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി കുറേ ഓപ്ഷൻസ് ഉണ്ട്. മെയിനായിട്ട് നമുക്കിവിടെ മെയ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻ്റ് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവന്നാൽ വൈറ്റ് കളർ വരും. റൈറ്റിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബ്ലാക്ക് കളർ, അതായത് ബ്ലാക്ക് റിമൂവ് ആയിട്ട് അങ്ങനെ അങ്ങ് പോകും. കേട്ടോ ബ്ലാക്ക് മാക്സിമം റിമൂവ് ആയി പോയില്ലേ. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് പല്ല് ശ്രദ്ധിക്കണം കേട്ടോ. പല്ലിൻ്റെ അകത്ത് കറ പോലെ ഒരു കളർ വരും. ഞാൻ ആദ്യം ചെയ്ത വീഡിയോസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ അവർ ഒരുപാട് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതുപോലെ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഏരിയയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പിൽ സപ്രഷൻ എന്ന ഏരിയ ആണ്. ഇതിൽ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് വരുന്ന വൈറ്റ് ഭാഗങ്ങളൊക്കെ റിമൂവ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റും കേട്ടോ. തലയുടെ മുകളിൽ ശ്രദ്ധിച്ചറിയാം. ചില വീഡിയോസിൽ മാത്രമേ കാണാൻ പറ്റൂ. ഞാൻ പ്രോപ്പറായിട്ട് ലൈറ്റിങ് ചെയ്തുകൊണ്ട് അത്ര വിഷയമില്ലാത്തതാണ്. കണ്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലേ, ഒരു കുത്ത്, അത് പോക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, വീണ്ടും ഇത്തിരി സ്ക്രോൾ ചെയ്തിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഡാവിഞ്ചി റിസോൾവ് ആണ് ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ ബെറ്റർ കേട്ടോ. നിങ്ങൾക്ക് ഡാവിഞ്ചി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഡാവിഞ്ചിയുടെ വീഡിയോയും ചെയ്യുന്നുണ്ട്. അതും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയാലും വെബ്സൈറ്റിൽ കയറിയാലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ ഇപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും പഠിച്ചു അല്ലേ.
ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് ഏതൊക്കെ ഏരിയ കവർ ചെയ്ത് പോകുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്ന് ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലാതെ എല്ലാ ടൂൾസും പരിചയപ്പെടുത്തി പോവുകയല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത എന്താണെന്നുള്ളത് ചെയ്ത് കഴിയുമ്പോഴേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ഓപ്ഷനാണ്. ഇതാ ഇവിടെ ടി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ടെക്സ്റ്റിൻ്റെ ഓപ്ഷന്. അതിന് തൊട്ടിപ്പുറത്തൊരു ഓഡിയോ ലൈബ്രറി ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് മ്യൂസിക് എന്നുള്ള ഇത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്ത പാട്ടുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതേപോലെ സൗണ്ട് എഫക്റ്റിൽ നമുക്കിവിടെ സൗണ്ട് എഫക്റ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് പ്രിഫറൻസിൻ്റെ അകത്ത് ഇവിടെ അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ, ജനറലിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. ഫൈനൽ കട്ടിന് വേണ്ടി അപ്ഡേഷൻ വരും. അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ഓഡിയോ ലൈബ്രറി വരും കേട്ടോ. ഈ ഓഡിയോ ലൈബ്രറിയിൽ കാണിച്ചു തരാം. ഇങ്ങനെ തുടങ്ങി ഒരുപാട് സൗണ്ട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുക. ആവശ്യം വരും, ഉറപ്പാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ അത് പറഞ്ഞു. ഇനി ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. ടെക്സ്റ്റിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സംഭവം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തോട്ടോ. നിങ്ങൾക്ക് ആവശ്യം വരും എന്തായാലും. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും താഴേക്കുള്ള ലെയറിലും കൂടി അപ്ലൈ ആവും. കളർ ഗ്രേഡിംഗ് ഒക്കെ അതിൽ ചെയ്യുന്ന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിന് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ പറയാം കേട്ടോ അതിനെ പറ്റി കൂടുതൽ. ഇപ്പോൾ നിങ്ങളതിൽ ഇതില്ലല്ലോ. അത് ഡൗൺലോഡ് ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഉപയോഗിക്കുന്നതും നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ടെക്സ്റ്റിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബേസിക് ടെക്സ്റ്റുകൾ, പിന്നെ കണ്ടോ ഇങ്ങനെയുള്ള ടെക്സ്റ്റുകൾ, പാരഗ്രാഫൊക്കെ പോലത്തെ, പിന്നെ ഇതേപോലെയുള്ള ടെക്സ്റ്റുകൾ, ഇങ്ങനെ ഒരുപാട് ടെക്സ്റ്റുകൾ നിങ്ങൾക്കിതിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയിട്ട് ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ടെക്സ്റ്റ് സംഭവമാണ് കേട്ടോ. ഇങ്ങനത്തെ കുറേ ടെക്സ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ടും പെയ്ഡ് ആയിട്ടൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ടെക്സ്റ്റുകളുടെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റിനെ ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്യുക. എനിക്കിപ്പോൾ സാധാരണ ഒരു ടെക്സ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ടെക്സ്റ്റിന് പുതിയൊരു ഇൻസ്പെക്ടർ ഉണ്ടാവും. ടി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. അതേപോലെ തൊട്ടിപ്പുറത്ത് കണ്ടോ ഇവിടെ നമുക്ക് ഇതിൻ്റെ പേരൊക്കെ മാറ്റാനുള്ള ഒരു ഏരിയ ആണ്. ഞാൻ ആദ്യം ഇതിൻ്റെ പേരൊന്ന് മാറ്റി, എന്നിട്ട് ഈ ടെക്സ്റ്റിൻ്റെ അത് വന്നിട്ട് ഇതിൻ്റെ സൈസ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ എനിക്ക് ഇതിൽ കീ ഫ്രെയിം ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അത് നമുക്ക് ആനിമേഷൻ എന്നുള്ള ചാപ്റ്ററിൽ പറയാം. എന്നാലും ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയോ. ഇപ്പോൾ ഇവിടെ വെച്ചു, ഫസ്റ്റ് ഫ്രെയിമിൽ ഞാൻ കൊണ്ടുവച്ചു. എന്നിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് അവിടെ കണ്ടോ ഇവിടെ ഒരു കീ ഫ്രെയിമിൻ്റെ സംഭവം കണ്ടോ. അതൊന്ന് ഓൺ ചെയ്യുക. കുറച്ചൊന്ന് മുന്നോട്ടേക്ക് വെച്ചിട്ട് ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന് വലുതായി കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയോ. കണ്ടോ, അതിൽ ചെറുതായിട്ട് വലുതായിട്ട് വരുന്നൊരു ആനിമേഷൻ ഇല്ലേ, ചെറിയൊരു ടെക്സ്റ്റ് വലുതായിട്ട് വരുന്നൊരു ആനിമേഷൻ, അത് കിട്ടും കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കളർ മാറ്റാനുള്ള ഓപ്ഷൻ എന്താ ഇവിടെ ഉണ്ട്. കളർ മാറ്റാം. പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങളൊന്നും ചെയ്ത് നോക്കാം കേട്ടോ. സംഭവം സിമ്പിളാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്തത്. പിന്നെ ഫോണ്ടിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫോണ്ടുകൾ ഒരുപാട് ഫോണ്ടുകളുണ്ട്. നമുക്കിവിടെ മാറ്റി യൂസ് ചെയ്യാം. അതേപോലെ മലയാളം ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്ത വീഡിയോ മലയാളം ടെക്സ്റ്റുകൾ ഇൻപുട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചെയ്യുന്നുണ്ട്. അത് കാണുക കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഫോണ്ട് റെഗുലർ ആണോ, ചിലതിനൊക്കെ ഫോണ്ട് റെഗുലറും ഇറ്റാലിക് കണ്ടോ, തിന്ന് മീഡിയം എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് വേറെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ അതുപോലെ ഇതിൻ്റെ പൊസിഷന്, അലൈൻമെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തുടങ്ങുന്ന കാലത്തെ നമ്മൾ പഠിക്കുന്ന കാര്യമായതുകൊണ്ട് കൂടുതൽ പറഞ്ഞ് അങ്ങോട്ട് വെറുപ്പിക്കുന്നില്ല. പിന്നെ ഇവിടെ സ്കെയിലിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കണ്ടോ. അതൊക്കെ അൺഡു ചെയ്യണമെങ്കിൽ ഇവിടെ അൺഡുവിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഇതാണ് അൺഡു റീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റിൽ കാര്യമായിട്ട് അത്രയൊക്കെ ഉള്ളൂ. ടെക്സ്റ്റിനകത്ത് പിന്നെ നമുക്ക് കൂടുതൽ ആനിമേഷനും കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ പഠിക്കാനുള്ളത്. നമുക്ക് ടെക്സ്റ്റിനായിട്ടൊരു വീഡിയോ തന്നെ ചെയ്താലേ അത് തീരുള്ളൂ. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇതിപ്പോൾ നമ്മുടെ ലോഗോ ആണെന്ന് കരുതുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ലോഗോനെ ഈ ഒരു ഏരിയയിലേക്ക് കൊണ്ടുവച്ച ശേഷം ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വരും. എന്നിട്ട് അതിൻ്റെ സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് വേണ്ട ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചാണ്. കണ്ടെങ്കിൽ മങ്ങിപ്പോണ ഈ പ്രശ്നം വരുന്നത് എന്താ അറിയോ, നമ്മൾ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഈ ഫോണ്ടിൻ്റെ അകത്തല്ല, ഈ ഇൻസ്പെക്ടറിൻ്റെ അകത്താകുമ്പോഴാണ് ആ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് അറിയോ, ഈ ഒരു ഫോണ്ടിനൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ ചിടുങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തേക്ക് ഈ ഡാർക്ക് വോൾഫ് കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഇപ്പോൾ കാണാണ്ടായി പോകുന്നില്ല, ഇതേപോലെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കാണാതായി പോവുകയാണ് കേട്ടോ. മാസ്കിൻ്റെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ മാസ്കിൻ്റെ പുറത്തേക്ക് ചാടി പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടെക്സ്റ്റിൻ്റെ അകത്ത് തന്നെ വരിക, ഇവിടെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ ലോഗോ ആണെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക,
ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് ഈ ഒരു മൂലയിൽ ഇവിടെ കൊണ്ടുവെക്കുക. ഓക്കെ അല്ലേ? ഇത് എൻ്റെയർ വീഡിയോയിൽ വേണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലിച്ച് വെച്ചാൽ മതി കേട്ടോ. ഇനി ഇങ്ങനെയല്ല, നമുക്ക് ഒരു ടൈം അറിയാം, ഇത്ര 10 മിനിറ്റാണ് വീഡിയോ ഉള്ളതെങ്കിൽ ഇതൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, Ctrl D അടിക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം വരും, കളറൊന്ന് മാറും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, 10 എന്ന് അടിക്കുക. അപ്പോൾ 10 മിനിറ്റ് 10 സെക്കൻഡ് 10 മൈക്രോ സെക്കൻഡോ നാനോ സെക്കൻഡ് എന്താ പറയുക സെക്കൻഡിലേക്ക് മാറി. ഓക്കെ, ഇനി നമുക്കിവിടെ എൻ്റർ അടിച്ച് കൊടുക്കുക, അതായത് റിട്ടേൺ കീ അടിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു ടെക്സ്റ്റ് അവിടെ വന്നു അല്ലേ. ഓക്കെ, ഇനി ഇനി നമുക്ക് ഈ ഒരു വാട്ടർമാർക്ക് ഇവിടെയല്ല, നമ്മൾ സാധാരണ ഇവിടെ വരുന്നുണ്ടല്ലോ, ഇവിടെ വന്നിട്ട് ഒപ്പാസിറ്റി കുറഞ്ഞിട്ട് വരുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാം, നമ്മൾ സാധാരണ ഒപ്പാസിറ്റി തന്നെ വരണം. എന്നിട്ട് ഒപ്പാസിറ്റി കുറച്ചിട്ട് ഈ ഒരു ടൈപ്പിൽ ഇവിടെ നമ്മൾ ആനിമേഷൻ കൊടുത്തു പോയിട്ടില്ലേ നേരത്തെ. ആനിമേഷൻ വേണ്ടാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നേരെ ഇവിടെ വന്നിട്ട് ഇതിലല്ല ആനിമേഷൻ കൊടുത്ത് റീസെറ്റ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചേക്കാം. അപ്പോൾ ഡാർക്ക് വോൾഫ് എന്നുള്ളൊരു സംഭവം നമ്മളെ പാട്ട് തീരുന്നവരെ ഇങ്ങനെ ഒരു വാട്ടർമാർക്കായിട്ട് അവിടെ കിടക്കും. അതവിടെ നിന്നോട്ടെ അല്ലേ. ഇനി നമുക്ക് എന്താ പറയാനുള്ളത്, കളർ ഗ്രേഡിങ് പറഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് മൊത്തത്തിൽ ക്ലിപ്പിന് ഒരൊറ്റ കളർ ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇതിൽ കളർ ഗ്രേഡ് കൊടുത്താൽ മതി, മൊത്തത്തിൽ മാറും. ഇനി അങ്ങനെയല്ല, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ വീഡിയോ നോക്കി ഡൗൺലോഡ് ചെയ്യുക. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ നമുക്ക് എവിടെ വരെ വേണോ അവിടെ വരെ സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അകത്ത് കളർ ഗ്രേഡ് ചെയ്ത് നോക്കിയേ, കണ്ട മൊത്തത്തിൽ കളർ ഗ്രേഡ് ഇതിനെ താഴെ ലെയറിനെ ബാധിച്ചു, ഇപ്പോഴത്തെ ലെയറിനെ ബാധിച്ചു, ഇതിനെ ബാധിച്ചു, എല്ലാത്തിനെയും കൂടി അതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് മൂപ്പര് കളർ ഗ്രേഡ് ചെയ്തു. അപ്പോൾ അതൊരു എളുപ്പമുള്ളൊരു മാർഗ്ഗമാണ് അല്ലേ. വേണമെങ്കിൽ അതൊന്ന് നോക്കുക കേട്ടോ. കളർ ഗ്രേഡിങ്ങിലും ഇത് ചെയ്യാൻ പറ്റുന്ന നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു മ്യൂസിക് ആഡ് ചെയ്യുക, സിനിമ പാട്ടോ ഏതെങ്കിലും, നിങ്ങൾക്ക് യൂട്യൂബിലൊന്നും ഇടാനുള്ള കാര്യമല്ല അല്ല എങ്കിൽ ഏതെങ്കിലും സിനിമ പാട്ട് ആഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കുറച്ചിങ്ങനെ ഫ്രീ വെബ്സൈറ്റുകളിൽ നിന്ന് ഗൂഗിളിൽ ഫ്രീ വീഡിയോസ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടുള്ള വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ഇഷ്ടമുള്ള വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഇങ്ങനെ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ടൊരു ഈ ബീറ്റിനനുസരിച്ച് ചെയ്തിട്ട് പാട്ട് സെറ്റ് ചെയ്ത് നോക്കിയ ശേഷം ഇതുപോലെ ഗ്രീൻ സ്ക്രീനൊക്കെ റിമൂവ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമുക്കിവിടെ പ്രീസെറ്റ് ആയിട്ടുള്ള കളർ ഗ്രേഡുകളൊക്കെ ഉണ്ട്, ഇന്നലെ പറഞ്ഞാണല്ലോ. ഈ കളർ ഗ്രേഡിൻ്റെ അതായത് ഇവിടെ ബ്ലർ ചെയ്യാൻ കളർ ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കുക. ഈ കളർ ഗ്രേഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മൊത്തം ഇതിൽ സെലക്ട് ചെയ്യാം. ഇതിലിങ്ങനെ വെറുതെ മൗസ് ഓടിച്ച് നോക്കിയാൽ കണ്ട ഈ ഒരു കളർ ഗ്രേഡുകളൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് പ്രീസെറ്റ് ആയിട്ട് ഉണ്ടാകാൻ പറ്റും. നൈറ്റ് മോഡുകളൊക്കെ ഇവിടുന്ന് കിട്ടും, വിവിഡ് മോഡുകൾ, കോൺട്രാസ്റ്റ് മോഡുകളൊക്കെ ഇവിടുന്ന് കിട്ടും കേട്ടോ. അതൊക്കെ ഒന്ന് നമ്മൾ പറഞ്ഞുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ആഡ് ചെയ്ത ശേഷം ഒന്ന് പ്രാക്ടീസ് ചെയ്ത ശേഷം ഇനി എക്സ്പോർട്ട് ചെയ്ത് വീഡിയോ ഔട്ട് എടുക്കണം അല്ലേ. ഒന്നെങ്കിൽ കമാൻഡ് ഈ ബട്ടണ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ വരും. ഇനി അങ്ങനെയല്ല, ഇതാ ഇവിടെ ഉണ്ട് എക്സ്പോർട്ടിൻ്റെ ഓപ്ഷൻ. എന്താ എക്സ്പോർട്ട് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വിക്ക് എക്സ്പോർട്ട് ഏത് ഫോർമാറ്റിലേക്കാണ് നമ്മൾ ചെയ്തിച്ച് ആ എക്സ്പോർട്ടിലേക്ക് പോകാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഫയലിൽ വന്നിട്ട് ഇവിടെ ഉണ്ടാവും എക്സ്പോർട്ട്, ഷെയർ എന്നാണ് ഉണ്ടാവുക. ഷെയറിൻ്റെ അകത്താണ് എക്സ്പോർട്ട് ഉണ്ടാവുക കേട്ടോ. എക്സ്പോർട്ട് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിലിങ്ങനെ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺഫേം ആക്കാം കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ കൺഫേം ആക്കാം. പിന്നെ നമുക്ക് നേരെ ഇപ്പുറത്ത് സെറ്റിങ്സിൻ്റെ അകത്ത് വരാം. ഓക്കെ, സെറ്റിങ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ആൻഡ് ഓഡിയോ എന്നുള്ളൊരു ഫോർമാറ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക അല്ലേ. അതിൻ്റെ സോഴ്സ് ആപ്പിൾ പ്രോറസ് എന്നുള്ള ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്. 1080 ആണ് HD ക്വാളിറ്റിയിലാണ് വരുന്നത് അല്ലേ. 1080p എന്ന് പറയുന്ന ഒരു മോഡലാണ് വരുന്നത്. MOV ആണ് ഫയൽ, അത് ആപ്പിളിൻ്റെ MOV തന്നെയാണ്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്കിവിടെ കുറച്ച് ഡീറ്റെയിൽസ് കാണാം. സ്റ്റീരിയോ ആണ്, ലെഫ്റ്റ് റൈറ്റ് ചാനലുകളുണ്ട് പാട്ടിൽ നിന്നൊക്കെ പറഞ്ഞിട്ട്. 247 MB ആണ് സൈസ് എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഇതൊരു വലിയൊരു വീഡിയോ ആണെങ്കിൽ ഇവിടെ 24 GB 30 GB 50 GB എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ സൈസിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഭയങ്കര റിസ്ക് ആണ്. അങ്ങനത്തെ ഒരു ഫയൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി വരെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ പിന്നെ വീഡിയോ ഓൺലി ഓഡിയോ ഓൺലി ഓപ്ഷൻ ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ ആപ്പിൾ ഡിവൈസിന് വേണ്ടി ചെയ്യാൻ പറ്റും. H264 എന്ന് പറഞ്ഞ ആ ഒരു കൊഡാക്കിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് MP4 ആയിട്ട് കിട്ടണമെന്നുണ്ട് എന്ന് കരുതുക. MOV അല്ല, MP4 കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. കമ്പ്യൂട്ടർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഔട്ട് നമുക്ക് .MP4 ആണ് കിട്ടുക. 250 MB എന്ന് പറഞ്ഞ സംഭവം 32 MB ആയിട്ട് കുറഞ്ഞു. ഓക്കെ അല്ലേ. ഓഡിയോ ഫോർമാറ്റ് ACC ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. HD ആണ്. HD കുറച്ച് സൈസ് കുറച്ചിട്ട് ഹാഫ് HD ആക്കണമെങ്കിൽ ആക്കാം. ഓക്കെ, നമ്മൾ ടൈം ലൈൻ 4K ആയിരുന്നെങ്കിൽ ഇവിടെ 4Kൻ്റെ ഓപ്ഷൻ ഉണ്ടാവുമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു 264 തന്നെയാണ് നല്ല 265നേക്കാളും അത് ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. എന്നിട്ട് ഔട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു MP4 കിട്ടും. ഇനി അങ്ങനെയുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്കാണ്. സോഷ്യൽ പ്ലാറ്റ്ഫോം ഇവിടെ സെലക്ട് ചെയ്യുക. അത് എന്താ പറയുക, നമ്മൾ മെയിനായിട്ട് യൂട്യൂബൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അവിടെ.
ഞാൻ സാധാരണഗതിയിൽ ഈ കമ്പ്യൂട്ടറിനുള്ള ഓപ്ഷനിൽ MP4 ആണ് ഔട്ട് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഏത് ഫോൾഡറിലേക്കാണോ ഔട്ട് വരേണ്ടത് ആ ഒരു ഫോൾഡർ, ഇപ്പോൾ ഡെസ്ക്ടോപ്പ് ആണെങ്കിൽ ഡെസ്ക്ടോപ്പ്, അവിടേക്ക് എന്തെങ്കിലും ഒരു പേര് ഇവിടെ കൊടുത്ത ശേഷം സേവ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ നമ്മുടെ ഇന്നത്തെ സർക്കിളിൻ്റെ അകത്ത് ഷെയറിങ് കാണാൻ പറ്റും. ഷെയറിങ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ് തന്നെയാണ് കേട്ടോ നമ്മൾ നടക്കുന്നത്. ഓക്കെ, ഔട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ക്വിക്ക് ടൈമിൽ ഓൺ ആവും. നമ്മൾ അവിടെ സെറ്റാക്കി വെച്ചാണ്. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇപ്പം ഇങ്ങനെ ഔട്ട് കിട്ടിയില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമ്മൾ ഇന്നത്തെ ചെറിയ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് നാളെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഓഡിയോയുടെ ഭാഗങ്ങൾ ചെയ്യാം, കളർ ഗ്രേഡിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.